Hi friends, welcome to SJTutorialsLive. നമുക്കറിയാം കഴിഞ്ഞ 25-ാം തീയതി അതായത് 25/1/2021 ബികോം സ്റ്റുഡൻസിന് മലയാളത്തിൻ്റെ എക്സാം നടന്നു. അതിൽ 80% ക്വസ്റ്റ്യൻസും ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആകെ 4-5 ക്വസ്റ്റ്യൻസ് മാത്രമാണ് സിലബസിൽ ഉള്ളത് കുട്ടികൾക്ക് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരത്തിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമിനോട് പ്രതികരിക്കേണ്ടത് എന്നുള്ളതും അതുപോലെ ഇങ്ങനെയുള്ള എക്സാമുകൾ വരികയാണെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ എങ്ങനെ ചെയ്യാം, അതുപോലെ ടീച്ചേഴ്സ് അതല്ലെങ്കിൽ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി SJ ട്യൂട്ടോറിയൽസ് ലൈവിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതായത് കോംപ്ലിമെൻ്ററി പേപ്പറായ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പേപ്പറിൽ ഇതുപോലെ 70% ക്വസ്റ്റ്യൻസും ഔട്ട് ഓഫ് സിലബസായി വരികയുണ്ടായി. അപ്പോൾ അന്ന് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പല കുട്ടികളും എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട ഉടനെ തന്നെ ഇത് ഒന്നും എടുക്കാത്തതാണ് എന്ന് മനസ്സിലാക്കി കുറേ കുട്ടികൾ എക്സാം ഹാളിൽ നിന്നും ഇറങ്ങിപ്പോയി പ്രതിഷേധിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രതിഷേധിക്കാൻ കുറേ കുട്ടികൾ ഇറങ്ങിപ്പോയി. കുറച്ച് കുട്ടികൾ എക്സാം ഹാളിൽ നിന്ന് എക്സാം എഴുതുകയും ചെയ്തു. അവരെന്താണോ അറിയുന്നത് അതുപോലെ എഴുതി വെക്കുകയും ചെയ്തു. പിന്നീട് ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഈ തീരെ എഴുതാത്ത കുട്ടികൾ ഫെയിലാവുകയും അതുപോലെ കുറച്ചെന്തെങ്കിലും എഴുതിയ കുട്ടികൾക്ക് ഏകദേശം 90% മാർക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അന്ന് ചെയ്ത ഒരു പ്രോസസ്സ് എന്നുള്ളത് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്തത്. കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു എക്സാമിൽ 3% മാർക്കുകൾ ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് പറഞ്ഞിട്ട് പരീക്ഷാ കൺട്രോളറിലേക്ക് ഒരു ലെറ്റർ എഴുതുകയാണ് കോളേജിൽ നിന്നുണ്ടായത്. അതുപോലെ പല കോളേജുകളിൽ നിന്നും ഇതുപോലെ ലെറ്ററുകൾ കൺട്രോളർ ഓഫ് എക്സാമിനേഷന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ അവർ ആ എക്സാമിനേഷൻ്റെ വാലുവേഷൻ ലഘൂകരിക്കുകയും അതുപോലെ കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഒരു മാർക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ എക്സാം നിങ്ങൾക്ക് അറിയുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ഔട്ട് ഓഫ് സിലബസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് നിങ്ങൾക്ക് അറിയുന്ന പോലെ അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസിൽ നിന്ന് 3 അറ്റൻഡ് ചെയ്യാനാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അത് 3ഉം 5ഉം അതല്ലെങ്കിൽ 5ഉം ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കേട്ടറിവുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന പോലെ എഴുതി വെക്കുക എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം നിങ്ങൾക്കൊരു 90 അല്ലെങ്കിൽ 95% മാർക്ക് ഗ്യാരണ്ടീഡ് ആയതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയുന്ന പോലെ എന്താണോ അറിയുന്നത് അതുപോലെ എഴുതി വെക്കുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നും എഴുതാതെ ഇറങ്ങിപ്പോരുത് എന്നുള്ളതാണ്. അതായത് ബഹിഷ്കരിക്കരുത്, എക്സാം ബഹിഷ്കരിക്കുന്ന രീതി ഒഴിവാക്കിയിട്ട് എന്താണോ നിങ്ങൾക്ക് അറിയുന്നത് അതിലുള്ളത് അത് എഴുതി വെച്ചിട്ട് വേണം ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട്, എക്സാം ഹാളിൽ നിന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്താലുള്ള ഒരു ബെനിഫിറ്റ് അത് നിങ്ങൾക്ക് അറിയുന്നത് സിലബസിലുള്ളത് മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് പാസ് മാർക്കായിട്ട് അവർ പരിഗണിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ഈ അറിയുന്നത് ഔട്ട് ഓഫ് സിലബസിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന പോലെ എഴുതി വെച്ചാൽ അത് ഞാൻ ഈ പറഞ്ഞ പോലെ 90-95% മാർക്കിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഇനി ഇത് മാത്രം ചെയ്താൽ പോരാ, നിങ്ങളുടെ കോളേജിൻ്റെ ഭാഗത്തു നിന്നും എക്സാം കൺട്രോളറിലേക്ക് ഒരു ലെറ്റർ പോകണം എന്നുള്ളതാണ്. അതായത് അവരെ ഇത് ധരിപ്പിക്കണം. പല സമയങ്ങളിലും യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെ ഒരു സംഭവം അറിയാൻ കഴിയുന്നുണ്ടാവില്ല. കാരണം ഈ ക്വസ്റ്റ്യൻസ് ഇടുന്നത് പലതും പല മേഖലയിലുള്ള ആളുകളായിരിക്കും. അതായത് ഈ റിസർച്ച് സ്കോളേഴ്സ് ആയിരിക്കും അധികം ഈ ക്വസ്റ്റ്യൻസുകൾ തയ്യാറാക്കുന്നതും അതിനുള്ള പ്രിപ്പറേഷൻസ് നടത്തുന്നതും. അപ്പോൾ ഈ കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ പല സമയത്ത് ഇതിനെക്കുറിച്ച് ഒരു ബോധേഡ് ആവാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല, ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു സമയം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അവരിലേക്കൊരു ലെറ്റർ കോളേജിൻ്റെ ഭാഗത്തു നിന്നും അയക്കുക എന്നുള്ളതാണ്. അതിനുള്ള അഡ്രസ്സ് ഇങ്ങനെയാണ് വരുന്നത്: കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ, പരീക്ഷാ ഭവൻ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്, തേഞ്ഞിപ്പാലം PO 673635, പിൻകോഡ് 673635. ഈ ഒരു അഡ്രസ്സിലാണ് നിങ്ങൾ നിങ്ങളുടെ കംപ്ലയിൻറ്റ് കോളേജ് ത്രൂ രജിസ്റ്റർ ചെയ്യേണ്ടത്. നിങ്ങളുടെ കവർ ഹെഡിൽ നിങ്ങൾ ഒരു ലെറ്റർ തയ്യാറാക്കി ഇന്ന ഒരു സബ്ജക്റ്റിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് കൺട്രോൾ ഓഫ് എക്സാമിനേഷന് ഇങ്ങനെ ലെറ്റർ അയക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്താൽ ഒരു ബെനിഫിറ്റ് നിങ്ങളുടെ കുട്ടികൾ എല്ലാവരും പാസ്സാവുകയും ഒരാൾ പോലും ഫെയിലാവാത്ത ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് ഗ്യാരണ്ടീഡാണ്. പകരം നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ഒന്നും അറ്റൻഡ് ചെയ്യാതെ ജസ്റ്റ് രജിസ്റ്റർ നമ്പർ എഴുതി വെച്ച് പോവുകയാണെങ്കിൽ
നിങ്ങൾ തോൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല കുട്ടികളും ഇങ്ങനെ തോറ്റിട്ടുമുണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് സിലബസ് ആണ് എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. എക്സാം ഹാളിൽ മാക്സിമം നിങ്ങൾക്ക് അലോ ചെയ്തിട്ടുള്ള 3 മണിക്കൂർ മാക്സിമം ഉപയോഗപ്പെടുത്തുക. എന്താണോ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസിൽ നിന്നും അറിയുന്നത് അതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ എഴുതിയാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് 90 മുതൽ 95% വരെ മാർക്ക് നേടാൻ ഇത് സഹായകരമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരിലേക്കും എത്തിക്കുക. ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം. എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും അതുപോലെ അത് ബഹിഷ്കരിക്കുന്നതെല്ലാം ശ്രദ്ധിക്കുക. പിന്നീട് ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിക്ക് ഒരു റിക്വസ്റ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾ പ്രത്യേകം ഈ ലെറ്ററിൽ സ്പെസിഫൈ ചെയ്ത് പറയും വേണം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോഴും അതിൻ്റെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ഓരോ ക്വസ്റ്റ്യൻസും തയ്യാറാക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തിറക്കാൻ എന്നുള്ള ഒരു നിബന്ധന കൂടി നിങ്ങളുടെ റിക്വസ്റ്റിൽ വെക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. യൂണിവേഴ്സിറ്റിക്ക് ഇത് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ പല പാളിച്ചകൾ കൊണ്ട് കാലങ്ങളായി ഇങ്ങനെ വരുന്നതാണ്. അതുപോലെ ഈ റിസൾട്ടിൻ്റെ വൈകുന്ന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ ഒരു കാര്യം പല തവണയായിട്ട് വരുന്നതാണ്. അങ്ങനെ കൊടുത്താൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തിൽ നിന്ന് ഒരു ചെറിയൊരു ശ്രദ്ധയെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.